അതെ, ഇതങ്ങനെ വെറുതെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിജേഷ്, നമുക്കറിയാം ഈ കോടതിയുടെ വിധിന്യായത്തിൽ അന്നത്തെ മന്ത്രിയായിരുന്ന കെ ശൈലജയ്ക്കുൾപ്പെടെ വലിയ വിമർശനങ്ങൾ നേരിട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് തന്നെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പരാമർശം CPM നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ? നേതൃത്വം ഇതുവരെ ഇതിനകത്ത് ഒരു വിസ്തീർണം നൽകിയിട്ടില്ല. പക്ഷേ നേരത്തെ ഇപ്പോൾ അമൃത സൂചിപ്പിച്ച കെ ശൈലജയ്ക്കെതിരായ പരാമർശം, ശൈലജ നമ്മുടെ അടുത്ത് അന്ന് പറഞ്ഞത് എനിക്കെതിരെ എന്നെ വ്യക്തിപരമായി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ടീച്ചർ അങ്ങനെ പറയുമ്പോഴും ടീച്ചർ എന്ന ആ ശിശുക്ഷേമ സമിതിയുടെ ആ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ആ വകുപ്പ് മന്ത്രിക്ക് ഈ പെൺകുട്ടിയുടെ 10 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കുടുംബം കൌൺസിലർമാർ നടത്തുന്ന പീഡനം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തരത്തിലുള്ള പരാതി നൽകിയിരുന്നു. ടീച്ചർ ഈ പരാതി നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും അന്ന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അതിനകത്തും ടീച്ചർ ഉരുണ്ടു കളിക്കുകയായിരുന്നു. ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മുൻ കൂത്തുപറമ്പിൽ നിന്നുള്ള മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അത്രയും മുതിർന്ന നേതാവായിട്ടുള്ള ഒരാള് ഇക്കാര്യത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം നടത്തുക, അതായത് പ്രതിക്ക് അനുകൂലമായ തരത്തിലുള്ള, പ്രതിക്ക് അനുകൂലമാകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാക്ക് പ്രയോഗിക്കുക എന്നുള്ളത്, അതും പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു പൊതുവേദിയിൽ വെച്ച് പ്രസംഗിക്കുക എന്നുള്ളത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക. കാരണം RSSനും അതുപോലെ തന്നെ RSSന്റെ ഭാഗവാക്കായിട്ടുള്ള പ്രതിക്കും അനുകൂലമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ അത്തരത്തിൽ, അതായത് പത്മരാജൻ പ്രതിയാക്കപ്പെട്ടത് ഒരു വർഗീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ധ്വനി വരുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തുമ്പോൾ അത് CPM മറുപടി പറയേണ്ട, അല്ലെങ്കിൽ CPMന്റെ നേതൃത്വം മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും. കാരണം കോടതി അടക്കം തള്ളിയ കാര്യങ്ങൾ, പ്രതിഭാഗത്തിന്റെ വാദങ്ങളാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള P. ഹരീന്ദ്രൻ പൊതുസമൂഹത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ലീഗിനെയും SDPയെയും തള്ളാനാണ് ശ്രമിച്ചതെങ്കിലും പക്ഷേ കൃത്യമായി അത് ഗുണകരമാകുക RSSനും അതുപോലെ തന്നെ പ്രതിയായിട്ടുള്ള പത്മരാജനുമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും വിശദീകരണമോ മറ്റോ ഹരീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ വിജേഷ്? ഹരീന്ദ്രന്റെ ഭാഗത്ത് ഇതുവരെ ഒരു വിശദീകരണമൊന്നും വന്നിട്ടില്ല. ഏതായാലും CPMനെ ന്യായീകരിക്കാനാണ് ഹരീന്ദ്രൻ ഇത് പറഞ്ഞു എന്നുള്ളതായിരിക്കും അദ്ദേഹം പറയുക. കൃത്യമായി ഈ വിഷയത്തിന്റെ അകത്ത് പാലത്തായിലെ പെൺകുട്ടിക്കൊപ്പം നിന്നത് CPM ആണ്. പക്ഷേ ഇതിനകത്ത് കൃത്യമായ നീക്കങ്ങൾ നടത്തിയത് ലീഗും SDPയും ആകുമ്പോൾ അവർക്ക് പിന്നിൽ ഒരു വർഗീയ അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചെന്നുള്ള തരത്തിലാകും മിക്കവാറും ഹരീന്ദ്രന്റെ വിശദീകരണം ഉണ്ടാകുക. ഏതായാലും ഇവരുടെ നേതൃത്വത്തിന്റെയും അതുപോലെ തന്നെ ഹരീന്ദ്രന്റെയും വിശദീകരണങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ. ഇത് വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ ഹരീന്ദ്രന്റെ പ്രസംഗം പ്രചരിക്കുന്നുണ്ട്. മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് CPM നേതൃത്വവും ഹരീന്ദ്രൻ നീങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പൊതുസമൂഹം അത്രയ്ക്ക് ചേർന്ന് നിന്ന ഒരു വിഷയമാണ് ഇത്. ആ പെൺകുട്ടിയോട് സഹതാപവും അനുതാപവും കാട്ടിയ സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ CPMന്റെ ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള ഹരീന്ദ്രൻ ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള ഒരു പരാമർശം, വിദേശജനകമായിട്ടുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ അതിന് CPM വിശദീകരണം നൽകേണ്ട സാഹചര്യം തന്നെ. ശരി ബിജേഷ്, തുടരൂ. ഇപ്പോൾ ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, വലിയ തരത്തിലുള്ള വിവാദമായ ഒരു പരാമർശം അല്ലെങ്കിൽ വർഗീയമായ ഒരു പരാമർശമാണ് ഹരീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത്. താങ്കളത് കേട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത് അന്നും ഇന്നും. അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തെങ്കിലും പിന്തുണ നൽകുക, സഹായം നൽകുക എന്നതിനേക്കാൾ ഉപരിയായി ഈ പീഡനത്തെ CPMനിലായി തിരിച്ചുവിടുക എന്നത് മാത്രമാണ് അവർ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല, പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുംബായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഉസ്താദുമാര് എത്ര കുട്ടികളെ പീഡിപ്പിച്ചു? ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ പീഡിപ്പിച്ചില്ലേ? ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഇവരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതിന്റെ പേരിൽ ഏതെങ്കിലും ആക്ഷൻ കമ്മിറ്റി ഉണ്ടോ?